കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചയിലെ സാബത്ത് സ്കൂൾ പാഠ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൻ പോരാട്ടം എന്ന വിഷയത്തെ ആധാരമാക്കിയാണ്. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് 4-ാമത്തെ പാഠഭാഗമാണ്. സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. പാസ്റ്റർ വി എം ജോസഫ് അവറുകൾ ഇന്ന് ഈ സ്റ്റുഡിയോയിൽ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. പാസ്റ്റർ ബിനോയ് ഇന്ന് ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ നന്ദി പാസ്റ്റർ. നാം ഈ പാഠത്തിൽ പഠിക്കുന്നത് മധ്യ കാലഘട്ടത്തിൽ അഥവാ ആരംഭ കാലഘട്ടത്തിനു ശേഷം, ക്രൈസ്തവ സഭയുടെ ആരംഭ കാലഘട്ടത്തിനു ശേഷം സംഭവിച്ചതായ പല പ്രതികൂലമായ സംഭവങ്ങളെക്കുറിച്ചും അതിനെ ചുക്കാൻ പിടിച്ചതായ ചില വ്യക്തികളെക്കുറിച്ചും മറുഭാഗത്ത് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതായ പോളികാർപ്പിനെ പോലെ, ശേഷം ജോൺ വിക്ലിഫിനെ പോലെയും ഹസ്സിനെ പോലെയും ജെറോമിനെ പോലെയും വാലൻസികൾ ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്നതിനെ പോലെയും ഉള്ളതായ കാര്യാദികളെക്കുറിച്ചാണ് നാം ഈ ആഴ്ചയിൽ പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. പ്രത്യേകിച്ച് പാപ്പാത്വ അധികാരത്തിന് വിധേയപ്പെടാതെ സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയും ദൈവവചനത്തിനു വേണ്ടി മരണം വരിക്കുവാൻ തക്കവണ്ണം തയ്യാറായതുമായ ഒരു വലിയ കൂട്ടം ജനത കാലഘട്ടത്തിൻ്റെ എല്ലാ സമയങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ഈ ആഴ്ചയിലെ മനപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടത് ആകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. പാസ്റ്റർ ബിനോയ്, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങളിലും, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 6-14 വാക്യങ്ങളിലും ഒരു വലിയ പ്രവചന കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നു. വേദപുസ്തകത്തിൽ ആ പ്രവചന കാലഘട്ടത്തെ പല പേരുകളിൽ ഉദ്ധരിക്കപ്പെടുന്നതായിട്ട് കാണുവാൻ തക്കോളം സാധിക്കും. ഈ പ്രവചന കാലഘട്ടം ഏതാണ്? എന്താണ് അതിൻ്റെ പ്രസക്തി? 2300 സന്ധ്യവിശ്വസം എന്നാണ് ആ പ്രവചനത്തിന് ഒരു ഘട്ടത്തിൽ പറയുന്ന പേര്. അതിൻ്റെ ഒരു ഭാഗമാണിത്. ഇത് ഒരു മിശിഹ പ്രവചനമാണ്. ഇത് വേദപുസ്തകം പറയുന്നതിൽ ഏറ്റവും സമയദൈർഘ്യം പറയുന്ന ഒരു ഭാഗമാണ്. ഞാൻ ഒരു വാക്യം വായിച്ചുകൊണ്ട് ദാനിയേൽ 7:23-25 പറയുന്നത്, ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവർ മുമ്പിലെത്തവരോട് വ്യത്യാസമുള്ളവനായ 3 രാജാക്കന്മാരെ വീഴ്ച കളയും. അവൻ അത്യുന്നതന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെ നിയമങ്ങളെ മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതാണ് ഒരു വാക്യം. ഇതിൻ്റെ മുൻപുള്ള ഈ അധ്യായത്തിൻ്റെ ഭാഗത്ത് കാലഘട്ടത്തെ തിരിച്ചറിയാനായിട്ട് ചില മൃഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 4-ാമത്തെ മൃഗത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഈ വായിച്ചത്. അത്യുന്നതനായി വിരുദ്ധമായി വമ്പ് പറയും, സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. ഇനി വെളിപ്പാട് 12-6-4 നമ്മൾ വായിക്കേണ്ട ഒരു ഭാഗമാണ്, വായിക്കാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ സമയം അളക്കുന്നതാണ് പ്രധാനമായിട്ടും ഈ പ്രവചന സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ പാഠഭാഗം പറയുന്ന ചരിത്ര സംഭവങ്ങളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ 4-ാമത്തെ മൃഗം, അതായത് ദാനിയേൽ 2-ൻ്റെ കണക്ക് വരിച്ച് നോക്കുകയാണെങ്കിൽ അത് റോമാ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? ദൈവത്തിനെതിരെ വമ്പ് പറയുക, ഞാൻ അത്യുന്നതന് സമനായ ഒരാളുണ്ടാകുമെന്ന് അവകാശപ്പെടുക, ദൈവത്തിൻ്റെ കാലങ്ങളെയും നിയമങ്ങളെയും സമയങ്ങളെയും മാറ്റുക. അതായത് ദിവസം ആരംഭിച്ചിരുന്നത് വേദപുസ്തക ക്രമം അനുസരിച്ച് സന്ധ്യയായി വിശ്വസമായ 1-ാം ദിവസമാണ്. അത് അർദ്ധരാത്രി മുതൽ അർദ്ധരാത്രിയായി. അതുപോലെ ദൈവത്തിൻ്റെ 10 കൽപ്പനകളിൽ ചില മാറ്റങ്ങൾ വരുത്തി ശബത്തിൻ്റെ പ്രാധാന്യത്തെ ശനിയാഴ്ച എന്നുള്ളതിനെ ഞായറാഴ്ചയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായി. ആ സമയത്ത് ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകൾക്ക് വളരെ പീഡനമുണ്ടായി എന്ന് പറയുന്നു. ഇത്
AD 538 മുതൽ 1798 വരെയുള്ള കാലമാണ്. ചരിത്രം അതിനെ ഇരുണ്ട യുഗം എന്നാണ്, അന്ധകാര യുഗം എന്നാണ് പറയുന്നത്. അവിടെ സംഭവിച്ചത് ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നവർക്ക് വലിയ പീഡന കാലമുണ്ടായി. അത് 1798 പാപ്പാത്വമാണ് അതിന് നേതൃത്വം കൊടുത്തത്. നെപ്പോളിയൻ്റെ ജനറൽ ബാർട്ടിയർ, സൈന്യാധിപൻ, അദ്ദേഹം പോപ്പിനെ ആക്രമിച്ച് കീഴടക്കിയപ്പോഴാണ് ഈ ഇരുണ്ട യുഗം അവസാനിച്ചത്. ഇതാണ് ഈ ചരിത്ര പശ്ചാത്തലം, ഈ കാലഘട്ടത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പാസ്റ്റർ, ചരിത്രത്തിൽ പറയുന്നതായ ഈ അന്ധകാര യുഗം നാം വേദപുസ്തകം പഠിക്കുമ്പോൾ 538 AD ആരംഭിക്കുകയും 1798 ഈ ചരിത്രഭാഗം അവസാനിക്കുകയും ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ് പറഞ്ഞതുപോലെ തന്നെ വേദപുസ്തകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമയപ്രവചനമായ ദാനിയേൽ 8:14 പറയുന്ന 2300 സന്ധ്യയും ഉഷസ്സും തികയോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും എന്നുള്ള പ്രവചനത്തിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ ആ പ്രവചന സമയത്തിന് ഉള്ളിൽ ഉള്ളതായ ഒരു സമയമാണ് 538 മുതൽ 1798 വരെയുള്ളതായ ഒരു കാലഘട്ടം. അപ്പോൾ ഈ കാലഘട്ടം നാം കണ്ടുപിടിക്കുന്നതിനും ചരിത്രത്തിലുള്ളതായ സംഭവങ്ങളെ കോർത്തിണക്കി ദൈവത്തിൻ്റെ പ്രവചനം ശരിയാണെന്ന് മനസ്സിലാക്കുന്നതിനും നാം ചരിത്രത്തെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചരിത്രത്തെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ വേദപുസ്തകത്തിൽ ദിവസങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് വർഷകാലഘട്ടമായി മനസ്സിലാക്കേണ്ടതായ ആവശ്യകത വന്നിരിക്കുന്നു. എങ്ങനെയാണ് നാം വേദപുസ്തകത്തിലെ ദിവസങ്ങളെ അത് വർഷങ്ങളായി പ്രവചനത്തിൽ പഠിക്കുവാൻ തക്കവണ്ണം തത്വം ഉപയോഗിക്കുന്നത്? സംഖ്യാപുസ്തകം 14-ാം അധ്യായം 34-ാം വാക്യവും എഹെസ്കേൽ പ്രവചനം 4-ാം അധ്യായത്തിന് 6-ാം വാക്യവും ഞാൻ നിനക്ക് ഒരു ദിവസത്തിന് ഒരു വർഷം വീതം നിയമിച്ചിരിക്കുന്നുവെന്ന് രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പക്ഷേ വിനോയ് വായിച്ച ആ വാക്യത്തിൻ്റെ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 23-25 ശേഷം ഒരു വാക്യം പറയുന്നത്, അവർ കാലവും കാലങ്ങളും കാലാംശവും അവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. അപ്പോൾ കാലാംശം എന്ന് പറയുന്നത് 3.5 വർഷമാണ്. അത് തന്നെ വെളിപ്പാട് പുസ്തകം പറയുന്നുണ്ട്. ഒരു കാലം ഇരുകാലം അരക്കാലം അത് പറയുന്നു. പിന്നെ ഇവിടെ 1260 ദിവസം. അതുപോലെ തന്നെ 13-ാം അധ്യായത്തിൽ 42 മാസം. 42 മാസത്തിന് നമ്മൾ കണക്കാക്കിയാൽ 1260 ദിവസം കിട്ടും. ആ 1260 ദിവസം എന്ന് പറഞ്ഞാൽ 1260 വർഷമാണ്. അപ്പോൾ ഈ 1200 വർഷം ഈ കണക്കാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ദിവസത്തിന് ഒരു വർഷം എന്ന കണക്ക് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടമാണ് അന്ധകാര യുഗം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ സംഭവിച്ച വലിയ കാര്യം AD 538 1798 വരെയുള്ള ഈ കാലഘട്ടത്തിൽ 1260 വർഷം. ആ വർഷത്തെ കണക്കാക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം നൽകിയിരിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പീഡനമുണ്ടായതും പിന്നെ വേദപുസ്തകത്തിന് വലിയ പ്രതിസന്ധികളുണ്ടായ ആ കാലഘട്ടത്തിലാണ്. അതുപോലെ ധാരാളം വിശുദ്ധന്മാരെ കൊന്നുകളഞ്ഞു. അങ്ങനെ വലിയ സംഘങ്ങളൊക്കെ ഉണ്ടായി, വലിയ രക്തച്ചൊരിച്ചിലുണ്ടായ കാലഘട്ടമാണ്. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം നാം മടങ്ങി വന്ന് ഇതേ വിഷയം നാം ചർച്ച ചെയ്യും. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പം ആയിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, ക്രിസ്തീയ കാലഘട്ടത്തിൽ ഒരു അന്ധകാര യുഗമുണ്ടായിരുന്നുവെന്നും ആ അന്ധകാര യുഗം 538 AD മുതൽ 1798 വരെയുള്ളതായ കാലഘട്ടമാണ് എന്ന് നാം പാസ്റ്റർ VM ജോസഫിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുകയുണ്ടായി. പ്രവചനം പഠിക്കുന്നതായ സമയത്ത് ഈ കാലഘട്ടത്തെ പല പേരുകളിൽ അറിയപ്പെടുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. അരക്കാലം, കാലം, ഇരുക്കാലം എന്നും 3.5 വർഷം എന്നും 42 മാസമെന്നും 1260 ദിവസമെന്നും എന്നൊക്കെ പറയുന്നു. എങ്ങനെയാണ് ഈ പ്രവചനങ്ങളെല്ലാം ഒന്ന് തന്നെ ആകുന്നത്? ഇത് നമ്മൾ പഠിക്കുമ്പോൾ 1260, 42 മാസം, ഇതെല്ലാം ഇയർ ഡേ പ്രിൻസിപ്പിൾ. പ്രവചനം അനുസരിച്ച് ഒരു ദിവസത്തെ ഒരു വർഷത്തെ ഒരു ദിവസമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് എല്ലാം 1260 ദിവസം എന്നുള്ള ഒരു ആശയത്തിലേക്ക് വരുന്നു. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ AD 538 മുതൽ 1798 വരെയുള്ള ഒരു കാലമാണ് 1260 വർഷം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇതിനെ ഒന്നായി കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 4 പരാമർശങ്ങളിലും ഈ കാലഘട്ടത്തിന് കൊടുത്തിരിക്കുന്ന അടയാളങ്ങൾ, തെളിവുകൾ, നടക്കേണ്ടുന്ന സംഭവ വികാസങ്ങൾ ഒന്ന് തന്നെയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ജനങ്ങൾ പീഡിപ്പിക്കപ്പെടണം, വചനം മറച്ചു വയ്ക്കപ്പെടണം,
ഇവിടെ ദൈവത്തിൻ്റെ വചനം, കർത്താവിൽ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം ഇല്ലാതാക്കണം, നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചരിത്രത്തിൽ ചില മനുഷ്യരെയും ആശയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പിശാച് പ്രവർത്തിക്കുന്നു. ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ കാര്യങ്ങളും പരാമർശിക്കുന്നത് ഈ ഒരു അന്ധകാര യുഗത്തെക്കുറിച്ചാണ്. നമ്മൾ അത്യുന്നതനെതിരെ വമ്പ് പറയുക, സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുക, ദൈവത്തിൻ്റെ വചനത്തെ, ബൈബിളിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വളരെ മത്സരബുദ്ധിയോടുകൂടി നടന്ന ഒരു കാലഘട്ടമാണ്. വളരെ ക്രൂരമായ രീതിയിൽ വചനത്തെയും വചനത്തിൽ വിശ്വസിച്ചവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു കാലമാണ്. ഈ ഒരു കാര്യം നടന്നതുകൊണ്ടാണ് 3 കാലഘട്ടത്തെയും ഒന്നാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ 3 കാലഘട്ടങ്ങൾ അഥവാ 3ഓ 4ഓ തവണ ഇത് ആവർത്തിച്ച് പരാമർശിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് തീർച്ചയായും സംഭവിക്കാനുള്ളതായിരുന്നുവെന്നും ഇത് പ്രധാനപ്പെട്ടതായ ഒരു നാഴികക്കല്ലാണ് എന്നും വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ജനത്തെ പറഞ്ഞ് അറിയിക്കുകയാണ്. പാസ്റ്റർ, അതുപോലെ യൂദയുടെ പുസ്തകം അതിൻ്റെ 3ഉം 4ഉം വാക്യങ്ങളിൽ വരുന്നതായ ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടിയുള്ള ചില പ്രവചനം അവിടെ കാണുവാൻ തക്കോണം സാധിക്കും. അതെങ്ങനെയാണ് ക്രിസ്തീയ സഭയിൽ അത് നിവർത്തിയായത്? യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ സഭയിൽ നുഴഞ്ഞു കയറും എന്ന് യൂദ പറഞ്ഞിരിക്കുന്നു. അതുപോലെ വിശ്വാസത്തോടെ പോരാടേണ്ട ഒരു കാലഘട്ടമാണിത്. ഈ വിശ്വാസത്യാഗം സംഭവിക്കത്തക്ക വിധത്തിൽ നുഴഞ്ഞു കയറുന്നവർ വിശ്വാസികളെ തെറ്റിച്ച് കളയും. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പോരാടേണ്ട, ഈ തിന്മയോട് പോരാടേണ്ട ഒരു കാലഘട്ടമാണിത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേദപുസ്തകത്തിൽ വ്യാപകമായ രീതിയിൽ തെറ്റായ ആശയങ്ങൾ ഉള്ളതിൽ നിന്ന് തെറ്റായ ആശയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി നാം വിശ്വാസത്തോടെ സത്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ടതാണെന്നാണ് യൂദയുടെ ലേഖനത്തിൽ നാം വായിക്കുന്നത്. ഈ കാലഘട്ടത്തിലും യൂദയുടെ പുസ്തകം എഴുതുന്നതായ കാലഘട്ടത്തിലും സമാനമായ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. ഇന്നും ദൈവം നമ്മോട് പറയുന്നത് അവയൊക്കെ അഭിമുഖീകരിക്കേണ്ടുന്നതായ ഒരു കാലഘട്ടമാണ് എന്നുള്ളതാണ്. പാസ്റ്റർ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ സഭകളോട് ദൂത് അറിയിക്കുമ്പോൾ മരണത്തെ വരെ പേടിക്കാതെ ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്നവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ ചില കാര്യാദികളുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഇത്തരത്തിൽ മരണത്തെ ഭയപ്പെടാതെ സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ട്, യേശുവിൽ വിശ്വസിച്ചതിന് വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലരെ ജീവനോട് ചുട്ടുകൊന്നിട്ടുണ്ട്. പല ക്രൂരമായ പീഡനങ്ങളും ആ കാലഘട്ടത്തിൽ ഏറ്റിട്ടുണ്ട്. അപ്പോൾ അന്നുള്ള ആളുകളെ അത്തരം കർത്താവിൻ്റെ വചനം ഉത്തേജിപ്പിച്ചത് ഈ വാക്യങ്ങൾ വിറ്റ്, നീ സഹിപ്പാനുള്ളതിനെക്കുറിച്ച് പേടിക്കണ്ട, നീ പരീക്ഷിക്കേണ്ടതിന് ചിലരെ തടവിലാക്കാൻ പോകുകയാണ്, 10 ദിവസം നിങ്ങളെ ഉപദ്രവിക്കും, മരണപര്യന്തം നിങ്ങൾ വിശ്വസ്തരായിരിക്കുക, എങ്കിൽ നിങ്ങൾക്ക് ജീവകിരീടം ലഭിക്കും എന്നാണ് ആ വാക്യം സൂചിപ്പിക്കുന്നത്. ജീവൻ്റെ കിരീടം നമുക്ക് തരും എന്നാണ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ സ്മിർന സഭയ്ക്ക് വേണ്ടി എഴുതുന്ന ഒരു ദൂതാണ്. ആ ദൂതൻ്റെ ഭാഗമാണ്. അന്നത്തെ രാജാവായിരുന്ന ഡയോനീഷ്യസ്, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പുരോഹിതന്മാർ മരിച്ചു കഴിഞ്ഞാൽ ആദരസൂചകമായിട്ട് അവരുടെ തലയിലൊരു കിരീടം വെച്ചിട്ടാണ് ഈ അന്ത്യയാത്ര നടത്തുന്നത്. അതൊരു വലിയ ബഹുമാന പദവിയായി അന്നത്തെ കാലത്ത് കണ്ടിരുന്നു. അത് ആ ഒരു സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇരുട്ടിനെ ജയിച്ചവർക്ക് ജീവകിരീടം കൊടുക്കും എന്നാണ് കർത്താവ് പറയുന്നത്. മാനുഷികമായതല്ല, ജീവൻ്റെ കിരീടം, നിത്യതയുടെ കിരീടം, എന്നും ദൈവത്തോടൊപ്പം താമസിക്കാനുള്ള വരം. അതാണ്. അത് അവർക്ക് ഉത്തേജനമായിരുന്നു. അത് അവരുടെ പിന്നിലെ ഏറ്റവും പ്രേരകമായ കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ സഹിക്കാനുള്ളതിനെ പേടിക്കേണ്ട, മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക, അപ്പോൾ കർത്താവ് നമുക്ക് നിത്യജീവൻ നൽകും എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവൻ്റെ കിരീടമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പദവി. പാസ്റ്റർ വി എം, ഈ സ്മിർന സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ ഈ കാലഘട്ടം വാൽഡൻസികളുടെ ഒരു കാലഘട്ടം കൂടി ആയിരുന്നു എന്നാണ് നാം ചരിത്രപരമായി മനസ്സിലാക്കുന്നത്. ഈ വാൽഡൻസികൾ അഭിമുഖീകരിച്ചതായ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? അവരുടെ സ്വഭാവ സവിശേഷത എന്തായിരുന്നു? വാൽഡൻസികളുടെ സ്വഭാവ സവിശേഷത പഠിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. 4 കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തോടുള്ള കൂറ്. മറ്റൊന്ന്, തിരുവചനത്തിൻ്റെ ആധികാരികതയെ അവർ അംഗീകരിച്ചിരുന്നു. 3ാമത്, ക്രിസ്തുവിനോടുള്ള സമർപ്പണം. 4ാമത്, ക്രിസ്തുവിൻ്റെ ആധിപത്യത്തോടുള്ള വിധേയത്വം, പോപ്പിനോടല്ല. ഇപ്പോൾ വാൾഡൻസുകൾ എന്ന് പറയുന്നവർ തന്നെ അവർക്ക് അവരുടെ സ്വന്തം നാട്ടിൽ നിൽക്കാൻ വയ്യാതെ അവർ പലായനം ചെയ്തവരാണ്.
അങ്ങനെ പലായനം ചെയ്തവർ മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു പോയി. ഇംഗ്ലണ്ട് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കടന്നുപോയി. അവരവിടെ പലയിടങ്ങളിൽ ഒളിയിൽ താമസിച്ചുകൊണ്ടാണ് സുവിശേഷം അറിയിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ നിത്യ സത്യത്തിന് സാക്ഷികളായി തീരാൻ വേണ്ടിയാണ് അവരെ വിളിച്ച് ദൈവം വേർതിരിച്ചത് എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അവർ ഓടിപ്പോയി ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഒക്കെ അവർ ഓടിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവർക്ക് ആ വാൾഡൻസുകളുടെ പേരിൽ അറിയപ്പെടുമ്പോൾ തന്നെ അവർ ഏറ്റവും വിശ്വസ്തരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. പോപ്പിനോട് എതിർത്തുകൊണ്ടാണ് അവർ അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. അപ്പോൾ വേദോത്സവം ഭംഗിയായിട്ട് പഠിക്കുക, അതായിരുന്നു അവരുടെ ഏക ലക്ഷ്യം. ഈ വാലൻസികളുടെ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ അവർ പാർശ്വങ്ങളിൽ എഴുതുകയും അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും അവർ കച്ചവടം ചെയ്യാൻ പോകുന്നതായ രീതിയിൽ അവർ സുവിശേഷ വേല ചെയ്തിരുന്നുവെന്നും കച്ചവടം ചെയ്യുന്നതായ വഴിയിൽ ദൈവത്തോട് കൂറുള്ളതായ ദൈവവചനം പഠിക്കുവാൻ താല്പര്യമുള്ളവർക്ക് അവർ ഈ ഭവനങ്ങളിൽ സന്ദർശിച്ചെന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയും അങ്ങനെ രാജാക്കന്മാരെ വരെ വേദപുസ്തകം പഠിക്കുകയും ദൈവഭാഗത്ത് നിർത്തുകയുമായ കഥകൾ നമുക്ക് ഈ വാൽഡൻസികളുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. വാൽഡൻസികളെ പോലെ തന്നെ ദൈവം ആക്കിയിരിക്കുന്നതായ ഒരു ജനതയാണ് ഇന്ന് സെവൻത്-ഡേ അഡ്വെന്റിസ്റ്റുകാരായ നാം. ലോകത്തോട് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ സത്യമായി പറഞ്ഞ് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുവാനുള്ളതായ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. നമുക്കിപ്പോൾ ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നാം മടങ്ങി വരും. ദൈവത്തിൻ്റെ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നതായ ഉത്തരവാദിത്വം എന്താണ് എന്നും അതെപ്രകാരമാണ് നാം അനുവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നാം ചർച്ച ചെയ്യും. നമ്മോടൊപ്പമായിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും നിങ്ങളെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, വാലൻസികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. വാലൻസികളെ പോലെ ദൈവം നമ്മെ ഇപ്പോൾ ഉത്തരവാദിത്വം നൽകി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കോണം ആക്കിയിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മിൽ ഉള്ളപ്പോൾ നമുക്ക് എങ്ങനെയാണ് സമൂഹത്തിന് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായി പ്രകാശിക്കുവാൻ തക്കോണം സാധിക്കുന്നത്? 1260 വർഷത്തെ പീഡനകാലമാണ്. അന്ന് ബൈബിൾ പരിപൂർണമായി മറക്കപ്പെട്ട ഒരു കാലമാണ്. വാലൻഷ്യൻസിനെ പോലുള്ള ആളുകൾ ഒളിച്ചു താമസിക്കുന്ന കാലഘട്ടമാണ്. ഇത്രയും കാലം നമുക്ക് ഒരു നൂറ്റാണ്ടെന്ന് പറയുന്നത് 100 വർഷമാണെങ്കിൽ 1000 വർഷം എന്ന് പറയുമ്പോൾ എത്ര നൂറ്റാണ്ടാണ്. അപ്പം മനുഷ്യരുടെ എല്ലാ മനസ്സുകളിൽ നിന്നും വചനം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ സദൃശവാക്യം 4:8 പറയുന്നത്, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചയ്ക്കും പോലെ ശോഭിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. ഈ ചെറിയ ജനസമൂഹം ഈ വചനത്തിൽ വിശ്വസിക്കുകയും അത് ഉറച്ചു നിൽക്കുകയും ചെയ്തു. എന്നാൽ പ്രവചനത്തിൻ്റെ സമയം, നിവൃത്തിയുടെ സമയമായപ്പോഴേക്കും അവരുടെ ആ സത്യം കൂടുതൽ വ്യാപിപ്പിക്കപ്പെടുകയും കൂടുതൽ ശക്തമായി കൂടുതൽ വെളിപ്പെടുത്തലുകൾ അവർക്ക് കിട്ടി. അതായത് പ്രവചനം നട്ടുച്ചയ്ക്ക് അല്ലെങ്കിൽ അർദ്ധരാത്രി പെട്ടെന്ന് സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ പെട്ടെന്ന് വെളിച്ചം നമ്മുടെ കണ്ണിലടച്ചാൽ കണ്ണ് മടക്കപ്പെടും. അപ്പം ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തപ്പെട്ടത് ലിറ്റിൽ ബൈ ലിറ്റിൽ, കുറേശ്ശെ അല്ലെങ്കിൽ കാലസമ്പൂർണതയിൽ, പ്രത്യേകമായ വേദപുസ്തക സമയത്തിൽ ദൈവം ഓരോ കാര്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ചില നൂറ്റാണ്ടിൽ ദൈവം അങ്ങനെയുള്ള മനുഷ്യരെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെയുള്ള മനുഷ്യരിലൂടെ കൂടുതൽ വേദപുസ്തക സത്യങ്ങൾ തുറന്നു വരികയും അങ്ങനെ സഭയുടെ വെളിച്ചം, വളർച്ച, തെളിമ അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് സമരൂപിക്കപ്പെടുകയും അത് ഏറ്റവും നല്ല ഒന്നായി വളർന്ന് ലോകം മുഴുവൻ വ്യാപിക്കാനിടയായി തീരുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. പാസ്റ്റർ വി എം, നമുക്ക് സമാനമായ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അടിവരയിട്ട് നാം പറയേണ്ടുന്നതായ മറ്റൊരു കാര്യം. പാസ്റ്റർ, ഈ പാഠഭാഗത്തിൽ ഒരു പ്രഭാത നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നു. ആരാണ് ഈ പ്രഭാത നക്ഷത്രം? ആ പ്രഭാത നക്ഷത്രത്തിൻ്റെ കാലയളവ് അഥവാ ഏത് സാഹചര്യത്തിലാണ് ആ പ്രഭാത നക്ഷത്രം പൊട്ടിമുളച്ച് ലോകത്തിന് പ്രകാശം വീശിയത്? എന്താണ് ഉദ്ദേശം? പ്രഭാത നക്ഷത്രം കൊണ്ട് ഉദ്ദേശം കർത്താവിന് യേശുക്രിസ്തുവിനെ തന്നെയാണ്. അപ്പോൾ ഇരുട്ടിലിരുന്ന് ജനം ഒരു വെളിച്ചം കണ്ടു എന്നാണ് തിരുവനന്തപുരം ഓർപ്പിക്കുന്നത്. അപ്പോൾ ആ വെളിച്ചമായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ കാലഘട്ടം എന്ന് പറയുന്നത് ഭൂമി അന്ധകാരം കൊണ്ട് നിറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ മൂർധന്യത്തിലെത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ജനം ഇതിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇരുട്ടിലിരുന്ന ജനം എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൽ കഴിച്ചുകൊണ്ടിരുന്ന പരിജ്ഞാനമില്ലാതെ കഴിഞ്ഞുകൊണ്ടിരുന്ന ആ ജനത്തിന് ഒരു വെളിച്ചമായിട്ട് കർത്താവ് യേശുക്രിസ്തു വന്നത്. വാസ്തവത്തിൽ ആ പ്രഭാത നക്ഷത്രം കർത്താവ് യേശുക്രിസ്തുവാണ്. എന്നാൽ നവീകരണത്തിനൊരു പ്രഭാത നക്ഷത്രം ഉണ്ടായിരുന്നു. യെസ്, അത് ജോൺ വിക്ലിഫാണ് ആ നവീകരണ കർത്താക്കൾ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ദൈവം ഉയർത്തിയത്? അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ
കത്തോലിക്ക സഭ ഏറ്റവും കൂടുതൽ ജനത്തെ പീഡിപ്പിക്കുകയും ഈ അന്ധകാര യുഗത്തിൽ ഉണ്ടായിരുന്ന അതേ കാലഘട്ടത്തിൻ്റെ തുടർച്ചയായിരുന്നുകൊണ്ട് വേദവസ്തം പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാതെയും വന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ തൻ്റെ അദ്ദേഹം നല്ല വിദ്യാഭ്യാസം ലഭിച്ച ആളാണ്. അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ വേദവസ്തം പഠിക്കുകയും ചെയ്തു. അപ്പോൾ തനിക്ക് ലഭിച്ച വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് താല്പര്യം അദ്ദേഹത്തിനുണ്ടായി. എന്നാൽ വാൾഡൻസുകൾക്ക് മാത്രമാണെന്ന് സ്വന്തമായിട്ട് വേദപുസ്തകം ഉണ്ടായിരുന്നത്. ചെറുതായിട്ടെങ്കിലും അവർ കൈയെഴുത്ത് പ്രതി അവരുടെ ആൾക്കാർ രാത്രിയും പകലും കൈകൊണ്ട് എഴുതി പ്രതികൾ ഉണ്ടാക്കിയിട്ട് അവർ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ കൊടുക്കുകയായിരുന്നു. മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ദൈവത്തിൻ്റെ വചനം പഠിച്ചിട്ട് അത് തിരുവചനത്തിൻ്റെ തൻ്റെ ജനത്തിന് ആവശ്യമായ ഭാഷയിൽ എന്ന് പറയുന്ന സമ്പന്നന്മാരുടെ ഭാഷയിൽ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അത് സാധാരണ ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ അവരുടെ ആ ഭാഷയിലൂടെ വേണം. അതുകൊണ്ട് അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് അത് തർജ്ജമപ്പെടുത്താനുള്ള ശ്രമം നടത്തി. അങ്ങനെ തൻ്റെ സ്വന്തം രാജ്യത്ത് അത് എത്തിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അവർക്കത് ലഭിച്ചു. അങ്ങനെയാണ് തിരുവചനത്തിൽ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ വെളിച്ചം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സത്യത്തിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയും ഒപ്പം ഈ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനമൊക്കെയാണ് ഇതിന് നോക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ വെളിച്ചം എന്ന് പറയാൻ നക്ഷത്രം പറയാൻ കാരണം പാസ്റ്റർ. അതുപോലെ തന്നെ ഈ മധ്യ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ജനം വളരെ പീഡനങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എന്തുകൊണ്ടാണ് ഈ മധ്യ കാലഘട്ടത്തിലുള്ളതായ ദൈവജനത്തിന് ദൈവത്തിൻ്റെ സംരക്ഷണം ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നത്? നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ പ്രഭാതത്തിലെ വെളിച്ചം പോലെ ദൈവത്തിൻ്റെ മക്കളുടെ വെളിച്ചം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിൽ ദൈവം ഓരോ വ്യക്തികളെ ഒരുക്കിയിരുന്നു. ഈ പറഞ്ഞതുപോലെ ജോൺ വിക്ലിഫിനെ കുറിച്ച് പറഞ്ഞതുപോലെ മാർട്ടിൻ ലൂതർ, ഇങ്ങനെ ഒരു ചരിത്രത്തിൽ ദൈവം വ്യക്തികളെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടാണ് സഭയെ കൂടുതൽ വിസിബിൾ ആക്കിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എബ്രായർക്കെതിരെ 2-ാം അധ്യായം 14 മുതൽ 15 വരെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു എന്ന് പറയുകയാണ്. എങ്ങനെയാണ് ഈ വലിയ കൊടിയ പീഡനത്തെ അവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൃഷ്ടിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. കർത്താവായ യേശുക്രിസ്തു കടന്നുപോയ പീഡനങ്ങൾ, ഗത്സമന മുതൽ അല്ലെങ്കിൽ അവിടെ ഒരു അന്ത്യത്താഴത്തിൻ്റെ സമയം മുതൽ കർത്താവിൻ്റെ മരണം വരെയുള്ള സന്ദർഭത്തിലെ പീഡനങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഹസ്സും ജെറോമും ഉള്ള നവീകരണ കർത്താക്കളും അനുഭവിച്ചതുപോലെയുള്ള വ്യഥയാണ്. കർത്താവായ യേശുക്രിസ്തുവിന് ആ വ്യഥ സഹിക്കാൻ കഴിയാതെ വിയർപ്പ് ഗ്രന്ഥികൾ പൊട്ടി രക്തത്തുള്ളികൾ അവിടെ നിന്ന് വന്നു എന്നാണ് പറയുന്നത്. എത്ര വലിയ കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ കർത്താവായ യേശുക്രിസ്തു ഇതേപോലെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ട് നമുക്കും അത് ഒരു വലിയ പ്രശ്നമല്ല എന്നാണ് ഈ വാക്യം ഒരുക്കുന്നത്. മക്കൾ ജഡരക്തങ്ങളിലുള്ളവരാണ്. ജഡരക്തങ്ങളോട് കൂടിയവനായിട്ട് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ നിന്ന് ഒഴിവാക്കി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ത്യാഗമാണ് ഈ പീഡനത്തെ അതിജീവിക്കാൻ അവർക്ക് ശക്തിയായി തീർന്നത്. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും എന്ന് യോഹന്നാൻ 14:14 നമുക്ക് കാണാം. വചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിയാണ് അവർ വിജയാളികളായി തീർന്നത്. എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നുവെങ്കിൽ നിത്യജീവൻ നിങ്ങൾക്കുണ്ട്. അവൻ ന്യായവിധി ഇല്ലാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നമ്മളെ നയിക്കുന്നു എന്ന് പറയാണ്. ക്രിസ്തുവിൻ്റെ ജീവിതമായിരുന്നു അവരുടെ പ്രേരണ. ഈ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ സഭയ്ക്ക് നൽകിയതായ ദൂതുകൾ അനുസരിച്ച് ഈ ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നും ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കരം ദൈവജനത്തോടുകൂടെ ഇരിക്കുമെന്നും ആ ദൈവകരം അനുഭവിച്ചതായ ആൾക്കാർ നമുക്ക് മുന്നോടിയായിട്ടുള്ളതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പീഡനം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടതായ നമുക്ക് വളരെ ധൈര്യത്തോടുകൂടെ നമ്മുടെ ജീവൻ പോയാലും ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ടാകും എന്നുള്ളതായ ധൈര്യത്തോടെ പോകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ നിങ്ങളെ ഇരുവരെയും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ജീവപര്യന്തം വിശ്വസ്തരായിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. കാലഘട്ടത്തിൽ പലവിധമായ പീഡനങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴും ക്രിസ്തുവിൻ്റെ വാഗ്ദത്തം നമുക്ക് വേണ്ടി നിറവേറ്റും എന്നുള്ളതായ പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.